ഇന്ന് നമ്മളൊരു പുഡിങ്ങാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ലാതെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുഡിങ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് പുഡിങ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ഗ്രാമാണ്. സാധാരണ നമ്മൾ 1/2 ലിറ്റർ പാലിന് 8 ഗ്രാമൊക്കെ എടുക്കലുണ്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 5 ഗ്രാം ആയാലും കറക്റ്റായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് കുറേ നേരമൊക്കെ പുറത്തെടുത്ത് വെക്കുമ്പോൾ അരിഞ്ഞു പോകുന്നൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുറച്ച് 8 ഗ്രാമിൻ്റെ അടുത്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 5 ഗ്രാം തന്നെ മതിയാകും. ഇതുപോലത്തെ ചൈനാഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത്ര വലുതാണല്ലോ, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇത് കുറച്ചൊരു കുതിർത്ത് വെക്കണല്ലോ, അപ്പോൾ എളുപ്പത്തിന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്കി മെൽട്ടാക്കി എടുക്കാനായിട്ട് പറ്റും. പുഡിങ് റെഡിയാക്കാനായിട്ടുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് മിൽക്ക്, കാച്ചിട്ടുള്ള പാലൊന്നല്ല, ഡയറക്റ്റ് എടുത്തുള്ള പാൽ തന്നെയാണ്. അത് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാം. അതായത് മധുരം നോക്കിയിട്ട് ഓരോരുത്തർക്ക് എത്രയ്ക്ക് മധുരം വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ എടുക്കുക. അതായത് പുഡിങ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് മധുരം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ മധുരം കൂടുതലിടണം. എന്നാലാണ് നമ്മൾ പുഡിങ് തണുത്ത് കഴിഞ്ഞ് കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം മധുരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തീരെ ഒരു മധുരം ഇല്ലാത്തൊരു ടേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുവരെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്നങ്ങ് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ വേറൊരു പാനിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് ഉണ്ടല്ലോ, അതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട്, അതായത് ഒന്ന് മെൽട്ടാക്കി എടുക്കാനായിട്ട് വെക്കണം. ആദ്യം ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തതിൽ 1 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മധുരം കുറച്ചുകൂടെ വേണം. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ എന്തായാലും വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചൈനാഗ്രാസ് ഉരുക്കിയത് ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതിലൂടെ മധുരം, അതിനും കൂടെ കണക്കാക്കിയിട്ടുള്ള മധുരമല്ല. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ചൈനാഗ്രാസിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കറക്റ്റ് മെൽട്ടായി വരുന്നത് വരെ. ഇപ്പോൾ പാലിൻ്റെ കൂട്ട് അത്യാവശ്യം ചൂടായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ചൈനാഗ്രാസും നന്നായിട്ട് മെൽട്ടായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പാലിൻ്റെ കൂട്ട് പിന്നെ നമ്മൾ പുഡിങ്ങിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിളപ്പിച്ച് കുറുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. പിന്നെ ചൈനാഗ്രാസിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് രണ്ടിനും ഒരേ ചൂടിൽ, അതായത് പാല് തിളച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന ചൈനാഗ്രാസിൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ ഇതിലൊഴിച്ച് മിക്സ് ചെയ്യുന്നത്. അല്ലാതെ ചൈനാഗ്രാസ് ആദ്യമേ ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ശരിയായി കിട്ടില്ല. ഇനി ഈ ഒരു ചൈനാഗ്രാസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒഴിക്കുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് അരിച്ചിട്ട് ഒഴിക്കണമെന്നാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇതിലുള്ള ചെറിയ തരികൾ കടിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ അരിച്ചിട്ട് ഒഴിക്കലില്ല. സാധാരണ പുഡിങ്ങിന് ഇടയ്ക്ക് ചൈനാഗ്രാസിൻ്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും കേട്ടോ. അതെന്തായാലും മുഴുവനായിട്ട് മെൽട്ടാവില്ല, ഇതിൽ കിടന്നിട്ട് ചെറുതായിട്ട് കടിക്കാനുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. പുഡിങ് സെറ്റായി കിട്ടുകയൊക്കെ ചെയ്യും, അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കാം. ഈ ചൈനാഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 1 മിനിറ്റ് കൂടെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം അടിക്ക് പിടിച്ചുകൊണ്ട് പ്രശ്നമൊന്നും വേണ്ട. പാനിന് ചൂടുള്ളതല്ല. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് പതുക്കെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിലൊരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊടി ഉപ്പൂടി ഇട്ട് കൊടുക്കുക. ഒറ്റ നുള്ളു കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അതോട് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനിയിപ്പോൾ നമ്മളിത് ബട്ടർ സ്കോച്ച് പുഡിങ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് എസൻസ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിന് മുൻപ് നമ്മൾ ടൈഗറിൻ്റെ തന്നെ ബദാമിൻ്റെ, പിസ്തയുടെ, അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു ബട്ടർ സ്കോച്ച് മിക്സ് എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ബട്ടർ സ്കോച്ച് പുഡിങ് ഉണ്ടാക്കുക എങ്ങനെയാണെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ മുൻപ് ഒരു ബട്ടർ സ്കോച്ച് പുഡിങ് എല്ലാം സോസൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു രുചി കിട്ടും. പെർഫെക്റ്റ് ആ ടേസ്റ്റ് അല്ല, എന്നാലും എസൻസ് ചേർത്തിട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സൽക്കാരങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് പാർട്ടികൾക്കൊക്കെ വേണ്ടി പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ അളവൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ട സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ജസ്റ്റ് എസൻസ് ഇടിച്ചാൽ മാത്രം മതിയല്ലോ.
പിന്നെ ഈ ഒരു എസൻസ് ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ടൈപ്പിലുള്ള എല്ലാ എസൻസ് മിക്സുകളും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എസൻസ് ചേർക്കുന്ന സമയത്ത് ഒരു 8-10 തുള്ളിയൊക്കെ എന്തായാലും വേണ്ടി വരും. കാരണം ഇത്രയും പാലിലേക്ക് എത്രത്തോളം ഫ്ലേവർ വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മിക്സ് ചെയ്ത സമയത്ത് ഒരു ഇത്തിരി കളർ കുറവാണ് കേട്ടോ. ഒരു ഇത്തിരി കൂടെ കളർ ആയിക്കോട്ടെ, എന്നാലാണ് ഫ്ലേവർ കിട്ടില്ല. മുൻപ് ഉണ്ടാക്കിയ സമയത്ത് ഒരു ഇത്തിരി കൂടെ ഒരു ഓറഞ്ച് കളറിലായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ഫ്ലേവർ കുറവുണ്ട് ഈ ഒരു കളർ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എസൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഇത് പതുക്കെ ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഏതിലേക്കാണോ പുഡിങ് സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് ഒഴിച്ചു വെക്കണം. കാരണം ഒരുപാട് സമയം ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്ന് സെറ്റാവും. ചൈനാഗ്രാസ് ഉള്ളതല്ലേ. ഞാനിപ്പോൾ ഇതുപോലത്തെ സിലിക്കോണിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. കാണുന്ന സമയത്ത് ഒരു റോസിൻ്റെ ഒക്കെ ഒരു പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം. സിലിക്കോണിൻ്റെ മോൾഡ് എടുക്കുന്ന സമയത്ത് ഇത്തിരി ഒരു ഓയിൽ അല്ലെങ്കിൽ ഇത്തിരി നെയ്യ് ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരുപാടാവരുത് കേട്ടോ. ഒരിക്കലും ഒരുപാടായി പോകരുത്. ചെറുതായിട്ട്, അതായത് നമുക്ക് ആ പുഡിങ് പെട്ടെന്നൊന്ന് കമിഴ്ത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം. ഒരുപാടായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോട്ടെ. അപ്പോൾ അതൊന്ന് നോക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ജാറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കടിക്കാൻ വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മുൻപത്തെ ബട്ടർസ്കോച്ച് പുഡിങ് ചെയ്ത പോലെ. പക്ഷെ ഞാൻ സിമ്പിളായിട്ടാണ് എടുക്കുന്നത്, അതൊന്നും ചെയ്യുന്നില്ല. ഇതിനി അത്യാവശ്യം ഒന്ന് ചൂടാറുന്ന സമയത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് സെറ്റ് ആക്കിയിട്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം സെറ്റാകും. എന്നാലും ഒരു 3 മണിക്കൂറൊക്കെ ഇരുന്നോട്ടെ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുഡിങ് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊരു 3.5 മണിക്കൂറായിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട്. ഇങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്ത് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് വെക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണേ. നല്ല തണുത്തിരിക്കണതാണ് ടേസ്റ്റ്, അതുപോലെ തന്നെ സെറ്റായി കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കമിഴ്ത്തി എടുക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. സിലിക്കോണിൻ്റെ മോൾഡാകുമ്പോൾ ഇങ്ങനെ സൈഡ് നമുക്ക് ഇങ്ങനെ വിടിയിച്ചെടുക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് അങ്ങ് വിടിയിച്ച് കൊടുക്കുക ആ ചുറ്റുഭാഗവും. എന്നിട്ട് സെർവിങ് പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. കാണുന്ന സമയത്ത് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടെങ്കിൽ അത് മുകളിലൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അതൊക്കെ ടേസ്റ്റ് കൂട്ടും. പക്ഷെ ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മുകളിൽ ഞാനൊരു ഭംഗിക്ക്, ഒരു റെഡ് കളർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി റോസ്ബെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും റോസ്ബെറി ഇതുമായിട്ടൊരു കോമ്പിനേഷനും ഇല്ല. റോസ്ബെറി കഴിക്കാൻ എനിക്കിഷ്ടമില്ല. പക്ഷേ ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് ആകുമ്പോൾ കാരമലൈസ് ചെയ്ത നട്ട്സ് കൂടെ ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നട്ട്സ് കാരമൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാൻ മനസ്സിലാവും. ഈ ഫോട്ടോയിൽ കാണുന്ന പുഡിങ് ഞാൻ കുറച്ച് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ബദാമിൻ്റെ മിക്സും പിസ്തയുടെ മിക്സും ഒഴിച്ചിട്ടുള്ള ആ ഒരു കളറാണ് കാണുന്നത്. അപ്പോൾ പിസ്ത അതുപോലെ തന്നെ സ്ട്രോബെറി വെച്ചിട്ടുള്ള പുഡിങ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കുറേ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്